നിലമ്പൂർ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യ ഫലസൂചന 8:30 പുറത്തുവരും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. നിലമ്പൂരിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, എല്ലാവരും എണ്ണി തീർക്കുകയാണ്. കാരണം UDF വലിയ വിജയപ്രതീക്ഷയിലാണ്. 7500 മുകളിലൊക്കെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം തന്നെ UDF വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. LDF ആകട്ടെ ഒരു 1500 വോട്ടിന്റെ എങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുലർത്തുകയാണ്. തീർച്ചയായും രുചീഷ്, രണ്ട് മുന്നണികളും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ അല്പം കൂടുതൽ UDF ആണ് എന്നുള്ളത് പറയേണ്ടി വരും. അവർ പറയുന്നത് 7500 മുകളിൽ ഭൂരിപക്ഷം ലഭിക്കും. വോട്ടെണ്ണുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് മുതലാണ് വോട്ടെണ്ണുന്നത്. 19 റൗണ്ടുകളിലായി ആണ് ഈ വോട്ടെണ്ണൽ പൂർത്തിയാകുക. ആദ്യ റൗണ്ട് മുതൽ തന്നെ UDFന് ലീഡ് ലഭിക്കുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പുകൾ പറയുന്നുണ്ട്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് ഇത് പൊതുവെ UDFന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വോട്ടിനാണെങ്കിലും 1500 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് LDF ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് M സ്വരാജ് തന്നെയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം മത്സരിക്കുന്നു. അദ്ദേഹം ഇവിടുത്തുകാരനാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു നേട്ടം LDFന്റെ വോട്ടുകൾക്ക് പുറമെ പുറത്തുനിന്നും വോട്ട് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് 1500 വോട്ടിനെങ്കിലും M സ്വരാജ് വിജയിക്കുമെന്ന പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾ, LDF കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ UDF ആകട്ടെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് എന്നൊരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ അവർ വോട്ടിങ്ങിന് ശേഷം നടത്തിയിട്ടുള്ള അവരുടെ ബൂത്ത് തല കണക്കുകളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് 7500 മുകളിലുള്ള ഒരു ഭൂരിപക്ഷം ആര്യടൻ ഷൗക്കത്തിന് ലഭിക്കും. വഴിക്കടവ് മുതൽ തന്നെ വലിയ തോതിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നതാണ് അവർ പറയുന്നത്. വഴിക്കടവ്, മൂത്തേടം തുടങ്ങിയ ആദ്യത്തെ 2 പഞ്ചായത്തുകളും UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അവിടെ ലീഡ് ലഭിക്കുകയും വഴിക്കടവിൽ തന്നെ ലീഡ് ലഭിച്ചാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതില്ല. വലിയ ലീഡിലേക്ക് തന്നെ ആര്യടൻ ഷൗക്കത്ത് പോകും. പക്ഷേ അവിടെ ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ ലീഡ് കുറയുകയോ ചെയ്താൽ, അല്ലെങ്കിൽ LDF കുറയുകയോ ചെയ്താൽ മാത്രമാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളത് എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുമെന്ന് ഓരോ നിമിഷവും PV അൻവർ പറയുമെങ്കിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ 25,000 വോട്ടെങ്കിലും പിടിക്കുമെന്നുള്ളതാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി തന്നെ 15,000 വോട്ടെങ്കിലും അധികം പിടിച്ചില്ല എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. UDFലേക്ക് ഇപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് PV അൻവർ പറയുന്നത് താൻ ജയിച്ചില്ല എങ്കിൽ UDF ജയിക്കണം എന്നതാണ് തൻ്റെ ആഗ്രഹം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാം ഇനി വീണ്ടും UDF പ്രവേശനം അല്ലെങ്കിൽ അതിനുള്ളൊരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രണ്ടുപേരും LDFും UDFും വലിയ വിജയപ്രതീക്ഷയിലാണ്. PV അൻവർ ആണെങ്കിൽ തന്റെ ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലുമാണ്. പ്രസാദ്, PV അൻവർ ഫാക്ടർ, അത് എത്രമാത്രം വോട്ട് PV അൻവർ പിടിക്കുന്നു എന്നത് ഏത് മുന്നണിക്ക് ഗുണമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? PV അൻവർ LDFിൽ നിന്നും കൂടുതൽ വോട്ട് പിടിക്കുമെന്നൊരു വിലയിരുത്തൽ പൊതുവെ UDF ക്യാമ്പുകൾ പറയുന്നുണ്ട്. LDFിൻ്റെ തന്നെ വിലയിരുത്തലിൽ 6500 വോട്ടെങ്കിലും PV അൻവറിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് CPM തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹം LDFിൻ്റെ ഭാഗമായിരുന്നു. CPMൻ്റെ അംഗമല്ലെങ്കിൽ പോലും CPMൻ്റെ മുന്നണി പോരാളിയായി ഈ നിലമ്പൂരിൽ പ്രവർത്തിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ അല്പം എങ്കിലും പാർട്ടി അനുഭാവികളിലും LDF പ്രവർത്തകരിലുമെല്ലാം സ്വാധീനമുണ്ട്. അതുകൊണ്ട് പരമാവധി 6500 വോട്ട് LDFിൻ്റെ ഭാഗത്ത് നിന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. UDF ആണെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ട്. അവരുടെ വോട്ട് കൂടി അൻവറിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അത് 2000-ൽ കൂടുതലൊന്നും വോട്ട് പോകില്ല എന്നതാണ് പറയുന്നത്. എന്നാൽ അൻവർ പറയുന്നത് വഴിക്കടവ് മുതൽ, അൻവറിന് സ്വാധീനമുള്ള വഴിക്കടവ്, എടക്കര തുടങ്ങിയ സ്ഥലങ്ങളിലും അതോടൊപ്പം നിലമ്പൂർ നഗരസഭയിലുമെല്ലാം സാമാന്യം ഭേദപ്പെട്ട വോട്ട് നേടുമെന്നുള്ളതാണ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ദിവസം അവർ ഈ അൻവറിൻ്റെ സന്ദർശനം ഉണ്ട് എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ബൂത്തുകളിലൊന്നും തന്നെ അവരുടെ പ്രവർത്തകരോ ഈ ബൂത്ത് ഏജന്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനവർ പറയുന്നൊരു ന്യായീകരണം എന്ന് പറയുന്നത് ആളുകൾ സ്വയം അൻവറിന് വോട്ട് ചെയ്യും, അതിനവിടെ ഒരാളിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള വിലയിരുത്തലാണ്. പക്ഷേ നമുക്ക് ഈ വഴിക്കടവ് പോലെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പ്രവർത്തനവും നടന്നിരുന്നു. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് 25,000 വോട്ടെങ്കിലും ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് അൻവറിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. പ്രസാദ്, അതോടൊപ്പം കഴിഞ്ഞ തവണ ഈ ശതമാനം കണക്ക് കൂട്ടുമ്പോൾ ചെറിയൊരു നേരിയ കുറവൊക്കെ ഉണ്ടായെങ്കിൽ കൂടി വോട്ടെണ്ണം നോക്കുമ്പോൾ അത് കൂടുതലാണ്. അതുകൂടി മുന്നണികൾക്ക് ഒരു ആശങ്കയല്ലേ?
തീർച്ചയായും. കാരണം ഈ കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പം പോളിംഗ് ശതമാനം കൂടുതലാണ്. 75% മുകളിലേക്ക് പോളിംഗ് ശതമാനം വന്നു. പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ അതൊരു പ്രശ്നമല്ല, ആശങ്കയില്ല എന്നതാണ് അവർ പറയുന്നത്. കാരണം വോട്ടുകൾ, ഓരോ മുന്നണിയുടെയും വോട്ടുകൾ പരമാവധി, ഈ മണ്ഡലത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ പരമാവധി വന്നിട്ടുണ്ട്, അത് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു കണക്ക് കിട്ടാത്തത് ഈ PV അൻവർ ഫാക്ടർ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ 6500 വോട്ട് LDF നിന്ന് പോകുമെന്ന് പറയുമ്പോൾ പോലും അത് കൃത്യമായി അതിൽ കൂടുതൽ പോയിട്ടുണ്ടോ എന്നും തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. UDF സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. UDF കൂടുതൽ വോട്ട് പോകില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം കഴിഞ്ഞ 2 തവണയായി ഇവിടെ LDF ഭാഗമായി നിന്ന ആളാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ 2016 PV അൻവർ നിലമ്പൂരിൽ മത്സരിച്ച സമയത്ത് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വിയോജിപ്പുകൾ പരസ്യമായി പ്രകടിപ്പിച്ച ആളുകൾ അൻവറിന് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞ തവണ VV പ്രകാശൻ മത്സരിച്ച സമയത്ത് വോട്ടുകളിൽ ഭൂരിഭാഗവും തിരിച്ച് UDF തന്നെ വന്നു. അത് വീണ്ടും അൻവറിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലൊരു സാഹചര്യം ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു 2000-ഓളം വോട്ടെങ്കിലും UDF നിന്ന് പോകാം എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ പോളിംഗ് ശതമാനം ഇത്രത്തോളം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത് കൂടിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ വോട്ട് പരമാവധി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ എത്രത്തോളം ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യക്തികളെ നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് തന്നെയാണ് വളരെ നിർണായകമായി മാറുക. ശരി പ്രസാദ്.